ദൈവമേ നിന്നെ ഓർക്കുവാനും വാഴ്ത്തുവാനും എന്നോടിയാതെ അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ ഭേദമെന്നെ കണ്ടിടുവാൻ കഴിയണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും ധർമ്മമാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിന്നാമമെന്നും ഓർക്കുവാനും വാഴ്ത്തുവാനും എന്നുമെന്നും മടിയാതെ തോന്നണമേ. വളരെ സന്തോഷം മാളവിക. നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് സ്വാഗത ഭാഷണത്തിനായി നിത്യ ശ്രീനാഥ് സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും നടന്നു വരികയാണല്ലോ. ഈ സത്സംഗത്തിൽ ഇന്ന് ദേവി ഭാഗവത പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ എന്റെ പേരിലും തന്ത്രി സമാജത്തിന്റെ പേരിലും സാദരം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ പരിപാടിയിൽ കോർഡിനേഷൻ നിർവഹിക്കുന്ന എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരി, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കൃതജ്ഞത രേഖപ്പെടുത്തി സംസാരിക്കുന്നത് നീതു സുരേന്ദ്രൻ. നീതുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം ഉപരിയായി ഇന്ന് ഈ സത്സംഗവേദിയുടെ ഭാഗമാവാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ സ്നേഹാദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ ശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. വളരെ സന്തോഷം. ശ്രീനാഥ് ശർമ്മന്റെ സഹധർമ്മിണിയാണ് നിത്യ ശ്രീനാഥ് അത്രശ്ശേരി. അപ്പോഴെ 10ാം സ്കന്ധത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണം പാരായണവും ആരംഭിക്കാം. നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാ മാത്സര്യാദ്യനുപമ മനോരോഗശമന പ്രവീണാം വാണീം സൽപ്രകര പരമാനന്ദജനനീം. ശ്രീ ജഗദംബികായേ നമഃ. ദേവീ ഭാഗവതത്തിന്റെ ആസ്വാദനത്തിലാണ് കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും. 9 സ്കന്ധങ്ങൾ കഴിഞ്ഞു. 10ാമത്തെ സ്കന്ധം ഇന്ന് തുടങ്ങുകയാണ്. 9ാമത്തെ ദേവിയുടെ പ്രാധാന്യം ഓരോരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 9ാം സ്കന്ധത്തിന്റെ അവസാനം സുരഭിയുടെ പ്രാധാന്യം, സുരഭിയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് സുരഭി എന്ന് പറഞ്ഞാൽ ഗോമാതാവ്, അതേപോലെ രാധാദേവിയുടെ മന്ത്രങ്ങള്, ദുർഗാദേവിയുടെ വിശേഷ പൂജകള്, അതൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ആ 9ാം സ്കന്ധം അവസാനിച്ചത്. ഇനി 10ാം സ്കന്ധമാണ്. 10ാം സ്കന്ധത്തില് പ്രധാനമായിട്ടും മനുക്കളെ കുറിച്ച് ആണ് കൂടുതലായിട്ട് പറയുന്നത്. ആ മനുക്കളുമായി ബന്ധപ്പെട്ട് വന്ന ദേവിയുടെ
അവതാര രൂപങ്ങളെ കുറിച്ചും പറയുകയാണ്. അപ്പൊ ഇവിടെ ദശമസ്കന്ധ ഒരധ്യായം ഒന്ന് വായിക്കാം എന്ന് കരുതുന്നു. പ്രഥമോധ്യായ സ്വയംഭുവ മനുവിന്റെ കഥയാണ് ആദ്യം പറയുന്നത്. നാരദൗവാച കഥയോടൊപ്പം വായിക്കുകയും കൂടി ചെയ്യാം. നാരായണ ധരാധാര സർവപാലന കാരണം ഭവതോദീരിതം ദേവീചരിതം പാപനാശനം മന്വന്തരേഷു സർവേഷു യാ ദേവീ യത് സ്വരൂപിണി യഥാകാരേണ ഗുരുതേ പ്രാദുർഭാവം മഹേശ്വരി താൻ ന സർവാൻ സമാഖ്യാഹി ദേവീം മാഹാത്മ്യമിശ്രിതാൻ കഥാച യേന യേനേഹ പൂജിതാ സംസ്തുതാഭിഃ മനോരഥാൻ പൂരയതി ഭക്താനാം ഭക്തവത്സല തന്ന ശുശ്രൂഷമാണാനാം ദേവീ ചരിതമുത്തമം വർണ്ണയസ്വ കൃപാസിന്ധോ യേന ആപ്നോതി സുഖം മഹത്. അങ്ങനെ ഇതിപ്പോ ശ്രീനാരദ മഹർഷി ശ്രീനാരായണനോട് ചോദിക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ മറുപടിയായിട്ടാണ് ദേവി ഭാഗവതം അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയില് ചില സംവാദങ്ങൾ ഒക്കെ ആയിട്ട് ആ കഥ വിസ്തരിച്ച് പറഞ്ഞു തരികയാണ്. ഇവിടെ ആദ്യം തന്നെ ശ്രീനാരദ മഹർഷി ചോദിക്കുകയാണ്, നാരായണ, ധരാധാര, ധരയുടെ ഭൂമിയുടെ ആധാരമായിട്ടുള്ള ആളെ, സർവപാലനകാരണ, എല്ലാവരെയും പാലിക്കുന്ന ആളെ, പാപനാശക എന്നൊക്കെ പറഞ്ഞിട്ട് ഭവതാ ദേവീചരിതം ഉദീരിതം, അവിടുന്ന് ദേവിയുടെ ചരിതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സംശയം എന്താണ്? മന്വന്തരേഷു സർവേഷു യാ ദേവി യത് സ്വരൂപിണി. അപ്പോ ഓരോരോ മന്വന്തരങ്ങളിലും ആ ദേവി ഏത് സ്വരൂപത്തിലാണ് ഉണ്ടായിരുന്നത്, യത് ആകാരേണ, ഏത് ആകാരത്തിലാണ്, ആ ദേവിയുടെ ഭാവം എന്താണ്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം, എനിക്ക് മനസ്സിലാക്കി തരണം. ഭക്തന്മാരുടെ ഇംഗിതങ്ങളൊക്കെ നിറവേറ്റുന്നതായിട്ടുള്ള, മനോരഥങ്ങളെയൊക്കെ നിറവേറ്റി തരുന്നതായിട്ടുള്ള ആ ദേവി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. അപ്പൊ അതുകൊണ്ട് തന്നെ വർണ്ണയസ്വ കൃപാസിന്ധോയേന ആപ്നോതി സുഖം മഹത്, ആ സുഖത്തെ തരുന്നതായിട്ടുള്ള ദേവിയുടെ ആ ചരിതത്തെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും എന്ന് പറയാണ്. അങ്ങനെ ശ്രീനാരദ മഹർഷിയുടെ ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ശ്രീനാരായണ ഉവാച ആകർണയ മഹർഷേ ത്വം ചരിതം പാപനാശനം ഭക്താനാം ഭക്തിജനനം മഹാസമ്പത്തികാരകം ജഗദ്യോനിർമഹാതേജ ബ്രഹ്മാലോക പിതാമഹ അവിരാസീത് നാഭിപത്മാത് ദേവദേവസ്യ ചക്രിണ. അവിടെ കഥ പറയുന്ന സമയത്ത് ആദ്യം തന്നെ പറയുകയാണ്, ജഗത് സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിനെ ലോകപിതാമഹൻ എന്നാണ് അറിയപ്പെടുക, ലോകത്തിന്റെ പിതാമഹനായിട്ടാണ് അറിയപ്പെടുക. ആ ലോകപിതാമഹനായ ബ്രഹ്മാവ് എവിടെ നിന്നാണ് ഉണ്ടായത്? അത് മഹാവിഷ്ണുവിന്റെ നാഭിപത്മാത്, മഹാവിഷ്ണുവിന്റെ നാഭിപത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. സഹ് ചതുർമുഖ, 4 മുഖത്തോടു കൂടിയ ആളാണ്. ആദ്യം 5 മുഖം ഉണ്ടായിരുന്നു, പിന്നെ 1 മുഖം പോയി, അങ്ങനെ 4 മുഖനായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ട്, അതായത് മനസ്സുകൊണ്ട് ഒരു പുത്രനെ ഉണ്ടാക്കി. മനും സ്വയംഭുവം നാമ ജനയാമാസ മാനസാത് സ മാനസോ മനു പുത്രോ ബ്രഹ്മണ പരമേക്ഷിണ. അങ്ങനെ ആ ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ട് മനു ഉണ്ടായി എന്ന് പറയാണ്. മാനസപുത്രനായിട്ട് സ്വയംഭുവ മനു ഉണ്ടായി. മനു മാത്രം കാര്യമില്ല, അതുകൊണ്ടൊരു പത്നിയെയും, ശതരൂപാ ചതത്പത്നീം ജജ്ഞേ ധർമ്മസ്വരൂപിണിയും, ആ ശതരൂപയുടെ വിശേഷം പറയുന്നുണ്ട്. ധർമ്മസ്വരൂപിണിയും, ധർമ്മത്തിന്റെ സ്വരൂപിണിയാണെന്നാണ് പറയുന്നത്. ധർമ്മം തന്നെ സ്വരൂപമെടുത്ത് വന്നാൽ എങ്ങനെ?
അത്രയും ധർമ്മശീലയായിട്ടുള്ള ഒരു പത്നിയെയും കൊടുത്തു. പിന്നെ ജീവിതത്തെ കുറിച്ച് പറയുന്നതിന് പകരം ആ മനു എന്താണ് ചെയ്തത് എന്ന് പറയാണ്. സ മനു ക്ഷീരസിന്ധോശ്ച തീരെ പരമപാവനേ ദേവീമാരാധയാമാസ മഹാഭാഗ്യ ഫലപ്രദാം. അങ്ങനെ ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. എവിടെയാണ് ദേവി ആരാധിച്ചത്? ക്ഷീരസിന്ധോശ്ച തീരെ പരമപാവനെ. ക്ഷീരസിന്ധു, പാലാഴി, ക്ഷീരം പാല്, സിന്ധു സമുദ്രം. അപ്പൊ പാലാഴിയുടെ തീരത്ത്, പരമപാവനമായ പാലാഴിയുടെ തീരത്ത് ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ആരാധന തുടങ്ങിയത്? മൂർത്തിയും ച മൃണ്മയീം, അതായത് മൃണ്മയിയായിരിക്കുന്ന ഒരു മൂർത്തിയെ ഉണ്ടാക്കി. മൃണ്മയി, മൃത്ത്, മണ്ണ് കൊണ്ട് ദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി. അങ്ങനെയാണ് അവിടെ ആരാധിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഉപാസതേ സ്മതാം ദേവീം വാഗ്ഭവം സജപൻരഹ നിരാഹാരോ ജിതശ്വാസോ നിയമപ്രതകരിശിത. അപ്പോ ഉപാസിക്കാൻ തുടങ്ങി, ആ ദേവിയെ ഉപാസിക്കാൻ തുടങ്ങി. വാഗ്ഭവം എന്നുള്ള മന്ത്രം ഉപയോഗിച്ചിട്ടാണ്, ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഉപാസിക്കുന്നത്. രഹൻ, ജപൻ, രഹ, രഹസി, രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. രഹസ്യം എന്ന് പറയുമ്പോൾ മറ്റാരും ഇല്ലാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചെയ്യാണ്. അപ്പോ നിയമവ്രതകരിശിത എന്ന് പറഞ്ഞത് കൊണ്ട് വളരെ കഠിനമായിട്ടുള്ള തപസ്സാണ് ചെയ്തത്. ഏകപാദേന സന്തിഷ്ഠൻ ധരായാമനിശം സ്ഥിര, ഒരു കാല് നിലത്ത് ഊന്നിക്കൊണ്ട് തപസ്സാണ്. ശതവരുഷം, 100 കൊല്ലക്കാലമാണ് തപസ്. ശതവരുഷം ജിത കാമ. അപ്പോ ആ സമയത്ത് കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങളെയൊക്കെ ജയിച്ചു. 100 കൊല്ലക്കാലമുള്ള തപസ്സാണ്. അങ്ങനെ ആ തപസ് ചെയ്യുന്ന സമയത്ത് സ്വയംഭുവ മനുവിന്റെ മനസ്സിൽ ആ ദേവിയുടെ ആ ചരണപങ്കജങ്ങൾ, ആ ദേവിയുടെ കാലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ധ്യാനം, തപസ്. മറ്റൊന്നുമില്ല, എല്ലാത്തിനെയും ജയിച്ചു കഴിഞ്ഞു, വേറൊന്നും ചിന്തയില്ല. അങ്ങനെ അവസാനം 100 കൊല്ലം കഴിഞ്ഞ സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഉവാച വചനം ദിവ്യം വരയം വരയ ഭൂമിപ തഥ ആനന്ദജനകം ശ്രുത്വ. അങ്ങനെ എന്നിട്ട് ആ ദേവി ചോദിക്കുകയാണ്, വരം വരയ, എന്താണ് വരം വേണ്ടത് എന്ന് അല്ലയോ ഭൂമിപ രാജാവേ ചോദിച്ചാലും എന്ന് പറയാം. അങ്ങനെ ആനന്ദജനകമായിട്ടുള്ള ആ വാക്കുകളെ കേട്ടിട്ട് ആ രാജാവ് ഇപ്രകാരത്തിൽ പറഞ്ഞു. ആദ്യം കുറേ സ്തുതിച്ചു. ജയദേവി വിശാലാക്ഷി ജയ സർവാന്തരസ്ഥിതേ മാന്യേ പൂജ്യേ ജഗദ്ധാത്രി സർവമംഗളമംഗളേ ത്വത്കടാക്ഷാവലോകേന പത്മഭൂസൃജതേ ജഗത്ത്. അങ്ങനെ കുറേ, അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ദേവിയെ വളരെ വിശാലമായിട്ട് ഇങ്ങനെ കാണുകയാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ചൈതന്യം തന്നെയാണ് ദേവി. ദേവി എന്ന് വേറൊരു ഇല്ല, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. സർവ അന്തരസ്ഥിതേ, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ള അത് തന്നെയാണ് ദേവി. ജഗദ്ധാത്രി, ജഗത്തിന് മുഴുവൻ ധാത്രിയാണ്, ജഗത്തിന് മുഴുവൻ അമ്മയാണ്. സർവമംഗളമംഗളെ, എല്ലാ മംഗളങ്ങളുടെയും മംഗള ആയിട്ടുള്ള. പിന്നെ വേറെ ത്വത്കടാക്ഷാവലോകേന പത്മഭൂസൃജതേ ജഗത്ത്. ഇനിയുള്ള ഓരോരോ വിഷയങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ത്വത്കടാക്ഷ അവലോകേന, അവിടുത്തെ ദേവിയുടെ കടാക്ഷ അവലോകം കൊണ്ട് മാത്രമാണ് പത്മഭൂസൃജതേ ജഗത്ത്, ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നത്. ആ ദേവി ശക്തിയുടെ നോട്ടം കൊണ്ടാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വൈകുണ്ഠപാലയത്യേവ, മഹാവിഷ്ണു പാലനം ചെയ്യുന്നയാളാണ്, സംരക്ഷണം ചെയ്യുന്നയാളാണ്. ആ മഹാവിഷ്ണു സംരക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതും ദേവി തന്നെയാണ്, ദേവിയുടെ കടാക്ഷം തന്നെയാണ്. ഹര സംഹരതേ ക്ഷണാത്, ഹര ശിവൻ സംഭരിക്കുന്നുണ്ട്. ആ ശിവനെ സംഭരിക്കാനുള്ള ശക്തി കിട്ടിയതും ദേവിയുടെ കടാക്ഷം കൊണ്ടാണ്. അതേപോലെ ശചീപതി സ്ത്രീലോക്യാശ്ച ശാസകോ ഭവദാജ്ഞയാ, ദേവേന്ദ്രൻ ഈ ലോകത്തിന്റെ 3 ലോകങ്ങളുടെയും ശാസകനാണ്.
പാലിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഈ ശക്തി കിട്ടിയതും അവിടുത്തെ ആജ്ഞ കൊണ്ടാണ്. അതുപോലെ യമന് ശിക്ഷിക്കാനുള്ള കഴിവ്, അതുപോലെ വരുണന് രക്ഷിക്കാനുള്ള കഴിവ്, കുബേരൻ, അതുപോലെ നിരുതി, വായു, ഈശാനൻ, അനന്തൻ എന്ന് തുടങ്ങിയ അഷ്ടദിക്പാലന്മാർക്കൊക്കെ അവരവരുടെ കർത്തവ്യം നിറവേറ്റാനുള്ള കഴിവ് ഇതൊക്കെ കിട്ടിയത് ദേവിയുടെ ആ ചൈതന്യം കൊണ്ട് മാത്രമാണ്, ആ ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ്. അങ്ങനെ പറഞ്ഞ് സ്തുതിച്ചതിന് ശേഷം ഇനി എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, എനിക്ക് അവിടുന്ന് എന്തെങ്കിലും വരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വിചാരിച്ചാൽ, എന്താണോ ഞാൻ സൃഷ്ടികാര്യത്തില് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെ തടസ്സങ്ങളില്ലാതിരിക്കണം. അതുപോലെ തന്നെ വേറെയുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ദേവിയുടെ വാഗ്ഭവ മന്ത്രം ജപിച്ചിട്ടുണ്ട് കുറെ. അതേപോലെ വേറെയും പലരും ഇതേപോലെ ജപിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കാര്യസാധ്യം ഉണ്ടായിരിക്കണം. പിന്നെ അവിടുത്തെ ഭജിക്കുന്ന ആൾക്കാർക്ക് തേഷാം ലോകേ ഭുക്തി മുക്തി സുലഭേ ഭവതാം ശിവേ. അപ്പോ അവിടുത്തെ ഭജിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഭുക്തി, മുക്തി, ഭക്തി, മുക്തി ഇതൊക്കെ സുലഭമായിട്ടുണ്ടാവണം എന്നാണ്. വിഷമമില്ലാതെ ഭക്തിയും മുക്തിയും ഒക്കെ ഉണ്ടാവണം. പിന്നെ അവരുടെ എന്താണോ, അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, അതായത് ഒരു ജന്മം കൊണ്ട് ഒരു ആത്മാവിന്റെ ഉദ്ദേശം നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ആയുസ് കൊണ്ട്, ഒരു ശരീരം കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഒരാൾക്ക്. ഒരു ഒരു സ്ഥൂല രൂപത്തില് കൊണ്ട് മാത്രം ഒരു സൂക്ഷ്മരൂപിയായിട്ടുള്ള ഒരു ആത്മാവിന് അവന്റെ കർത്തവ്യം നിറവേറ്റാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പല പല ജന്മങ്ങള് വേണ്ടി വന്നേക്കാം. ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം ഉണ്ടാവുമ്പോഴേക്കും കഴിഞ്ഞ ജന്മത്തില് എന്താണോ തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ അവസാനം വരെ എന്താണോ ആഗ്രഹിച്ചത്, അത് ചിലപ്പോ മറക്കും. പുതിയ ജന്മം കിട്ടുമ്പോഴേക്കും അതൊക്കെ മറന്ന് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ആ ജീവിതം അവസാനിക്കാറാവുക ഓർമ്മ വരിക. അതിനു പകരം അവർക്ക് വേഗം തന്നെ പൂർവജന്മ സ്മരണയും ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള വരങ്ങളെ വാങ്ങി അതൊക്കെ ദേവി കൊടുത്തു. എന്നിട്ട് സർവമേതദ് ഭവിഷ്യതി, ഇത് മുഴുവൻ സംഭവിക്കും എന്ന് പറഞ്ഞു. എന്താണോ അവിടുന്ന് പ്രാർത്ഥിച്ചത് അത് മുഴുവൻ സംഭവിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഈ വാഗ്ഭവമന്ത്രം ജപിച്ചത് കൊണ്ട് തന്നെ ഞാൻ വളരെ സന്തുഷ്ടയായിട്ടുണ്ട്. അങ്ങ് രാജാവായിട്ട് വാഴും വളരെ കാലം. അങ്ങയുടെ രാജ്യം നിഷ്കണ്ടകമായിട്ട് ഉണ്ടാവും. കണ്ടകം എന്ന് പറഞ്ഞാൽ മുള്ളാണ്. നിഷ്കണ്ടകം, രാജ്യത്ത് മുള്ളുണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. രാജ്യത്തിന്റെ മുള്ള് എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്. അങ്ങനെ ശത്രുക്കളില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങയുടെ വംശകരന്മാരായിട്ടുള്ള സുതന്മാരുണ്ടാവും. വംശകരന്മാര് എന്ന് പറഞ്ഞാൽ വംശ പരമ്പരകളെ സൃഷ്ടിക്കാൻ കഴിയുള്ള, അവർക്കൊക്കെ പുതിയ പുതിയ വംശങ്ങൾ സൃഷ്ടിക്കണം എന്ന് ആഗ്രഹമുള്ള പുത്രന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ദേവി ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് വിന്ധ്യ എന്ന് പറഞ്ഞ വിന്ധ്യപർവ്വതത്തിലേക്ക് പോയി. ആ വിന്ധ്യപർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വിന്ധ്യപർവ്വതം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പർവ്വതമാണ്. ആ വിന്ധ്യപർവ്വതത്തിനെ അഗസ്ത്യൻ ആയിട്ട് ചെറിയൊരു സംഭാഷണം, ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെത് എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ കഥ എന്താണ് എന്ന് പറയാണ്. അതായത് വിന്ധ്യപർവ്വതം ആകാശം മുട്ട വളർന്നു, അതിനെ അടക്കി. അതാണ് സംഭവം ഉണ്ടായത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോ ആസീത് വിന്ധ്യാചലോ നാമ മാന്യ സർവധരാവൃതം, അതായത് വിന്ധ്യാചലം എന്ന് പറഞ്ഞ ഒരു പർവ്വതം ഉണ്ടായിരുന്നു. ആ പർവ്വതം വളരെ
വലിയ ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തില് അനേകം വനങ്ങള്, ധാരാളം വലിയ വലിയ വൃക്ഷങ്ങള് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വള്ളിപ്പടർപ്പുകള്, അങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങള്, ഹിംസ മൃഗങ്ങള്, അല്ലാതെ ഉള്ള മൃഗങ്ങള്, വാനരന്മാര്, പിന്നെ വരാഹ, മഹിഷ, വ്യാഘ്ര, ശാർദൂലക, അതായത് മാന്, പന്നി, കടുവ, കരടി, വാനരന്മാര്, ശശകന്മാര്, വൃക്ഷങ്ങള്, ശൃഗാലന്മാര്, അങ്ങനെയൊക്കെ ധാരാളം മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, അതൊക്കെ വളരെ സുഖത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാടാണ്. അവിടെ കിന്നരന്മാര്, ദേവന്മാരൊക്കെ വന്ന് സ്വൈരമായിട്ട് വിഹരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ദേവർഷിയായിട്ടുള്ള നാരദൻ അവിടേക്ക് വരികയാണ്. ദേവർഷിയായ നാരദൻ വെറുതെ എവിടെയും പോവില്ല, ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഈ വിന്ധ്യ പർവ്വതത്തിൽ എത്തി. അപ്പൊ വിന്ധ്യപർവ്വതത്തിൽ എത്തിയപ്പം വിന്ധ്യപർവ്വതം വേഗം തന്നെ എഴുന്നേറ്റ് പാദ്യം, അർഘ്യം ഇതൊക്കെ കൊടുത്ത് സ്വീകരിച്ച്, അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് അവിടുന്ന് ഇവിടേക്ക് വരാനുണ്ടായ കാരണം? വെറുതെ അങ്ങ് വരില്ല, എന്തായാലും അങ്ങയുടെ ഉദ്ദേശം മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുക, അതായത് നന്മ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങയുടെ ഉദ്ദേശം എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ പോകുന്ന കൂട്ടത്തില് മേരുപർവ്വതത്തില് പോയി. ആ മേരുപർവ്വതത്തിൽ പോയിട്ട് മഹാമേരു പർവ്വതത്തിൽ പോയി. അവിടുന്നാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അവിടെ എല്ലാ ദേവന്മാരും ഉണ്ട്, ദേവന്മാരുണ്ട്, ലോകപാലന്മാര് എല്ലാവരും ഉണ്ട്, ദിക്പാലന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പിന്നെ ഗൃഹങ്ങള് ഇതൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് നാരദ മഹർഷി എന്ത് ചെയ്തു, ഒരു ഉച്ഛ്വാസം പുറപ്പെടുവിച്ചു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഒരു വിശ്വാസം. അപ്പോ ഇങ്ങനെ പറയാൻ എന്താ ഒരു കാരണം? ഒരു പുച്ഛത്തോടു കൂടിയാണോ എന്നൊക്കെ സംശയം തോന്നിയിട്ട് വിന്ധ്യപർവ്വതം ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉച്ഛ്വസിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ കാരണം ഞാൻ പറയാം. ഈ വിന്ധ്യപർവ്വതം വളരെ ശ്രേഷ്ഠം തന്നെയാണ്. വളരെയധികം വലിയ വലിയ പർവ്വതങ്ങളും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പർവ്വതങ്ങളൊക്കെ ഉണ്ട്. അതില് ഈ മഹാമേരു പർവ്വതം എന്ന് പറഞ്ഞാൽ അത് പാർവതിയുടെ പിതാവായിട്ടുള്ള ഹിമവാൻ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ പിതാവാണ്. അപ്പോ ശിവനുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് പർവ്വതങ്ങളൊക്കെ ആ ഹിമവാനെ പൂജിക്കുന്നുണ്ട്. പിന്നെ ശിവൻ താമസിക്കുന്നതായതുകൊണ്ട് കൈലാസത്തിനെയും എല്ലാവരും പൂജിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ പർവ്വതങ്ങളും അതാത് സ്ഥാനങ്ങളില് അതാത് പ്രവൃത്തികളെ കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് പൂജ്യന്മാരാണ്. ഈ മേരുപർവ്വതം വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ആ പർവ്വതത്തില് സൂര്യൻ വലം വയ്ക്കുന്നുണ്ട്. അങ്ങനെ വലം വയ്ക്കുന്നത് കൊണ്ട് ആ പർവ്വതത്തിന് ഒരു തോന്നലുണ്ടോ എന്നൊരു സംശയം. എനിക്ക് തുല്യനായിട്ട് വേറെ ആരും ഇല്ല എന്ന് ആ പർവ്വതത്തിനൊരു അഹങ്കാരമുണ്ടോ എന്ന് ഞാനിങ്ങനെ കരുതുകയാണ്. അങ്ങനെ അത് അഹങ്കരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചെറിയൊരു വിഷമം. പിന്നെ പറയുകയും ചെയ്തു, ഒരു കാര്യം പറയുന്ന പോലെ പറഞ്ഞു, എന്നെ പോലെയുള്ള തപസ്സികൾക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ നാരദ മഹർഷിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയായിട്ട് ഉണ്ട്, ഏഷണിക്കാരനാണ് എന്നൊക്കെ പറയാം എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ നാരദ മഹർഷി ഇതേപോലെയുള്ള ഒന്നും പറയാറില്ല. ഏതായാലും ഇങ്ങനെ നാരദ മഹർഷി പോയതിനു ശേഷം ഈ വിന്ധ്യപർവ്വതത്തിന്റെ ആ മനസ്സ് മുഴുവൻ, ശാന്തി ഉണ്ടായിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണം?
തീരെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ മനസ്സിങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ആ മേരുപർവ്വതത്തിനെ ഒന്ന് തോൽപ്പിക്കണം. എന്താ ചെയ്യുക? അതിനുള്ള വഴികൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ അവസാനം ഒരു വഴി കണ്ടെത്തി. എന്താന്ന് വിചാരിച്ചാല് അങ്ങ് വലുതാകുക. അങ്ങ് വലുതായിട്ട് ആകാശം മുട്ടെ വളരുക. ആകാശത്തിലൂടെയുള്ള ആ വഴിയൊക്കെ അങ്ങോട്ട് അടയ്ക്കുക. അപ്പൊ ഈ സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഏത്? ഈ മഹാമേരു പർവ്വതത്തിനെ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. ആ വഴി ഞാൻ അങ്ങോട്ട് അടയ്ക്കാൻ പോവാണ് എന്ന് കരുതിയിട്ട് മേരുപർവ്വതം അങ്ങോട്ട് അതിന്റെ ശിഖരങ്ങളൊക്കെ വളരെ വലുതായിട്ട് ആകാശം മുട്ടെ വളർന്നു. അപ്പോൾ ആ മാർഗത്തിലൂടെ പിന്നെ ആർക്കും പോകാൻ പറ്റുന്നില്ല. അത്രയും വലിയൊരു വഴിയായി. അങ്ങനെ ഈ സമയത്ത് സൂര്യന്റെ രാത്രി, അന്ന് രാത്രിയായിരുന്നു. ആ രാത്രി സമയം കഴിഞ്ഞ് സൂര്യൻ അങ്ങനെ വരേണ്ട സമയമായി. സൂര്യൻ സാധാരണ കിഴക്ക് ഭാഗത്ത് നിന്ന് പ്രദക്ഷിണമായിട്ട് അങ്ങനെ പോവുകയാണല്ലോ ചെയ്യുക. അങ്ങനെ കിഴക്കിൽ നിന്ന് പതുക്കെ, ഇന്ദ്രനാണല്ലോ കിഴക്ക് ഭാഗത്ത്, ഇന്ദ്രന്റെ ദിക്കിൽ നിന്ന് മെല്ലെ അഗ്നിയുടെ ദിക്കിലെത്തി. അവിടെ നിന്ന് തെക്ക് ഭാഗത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെയാണ് പർവ്വതമുള്ളത്. അങ്ങോട്ട് പോവാനുള്ള വഴി തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യാ എന്ന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് എന്റെ ശശാക അഗ്രതോഗന്തും തതോനുർ വ്യജിജ്ഞപത്, എനിക്ക് അങ്ങോട്ട് പോവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അനൂരു, അതായത് അരുണൻ, സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണൻ അതിന്റെ കാര്യം പറഞ്ഞു. എന്താണ് അനൂരു എന്ന് പേര് വരാനൊരു കാരണമുണ്ട്. ഊരു ഇല്ല. അതായത് ഊരു എന്ന് പറഞ്ഞാല് ഈ ശരീരം തല മുതല് ഊരു വരെ ഉള്ള ശരീരമേ ഉള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ വിനതയുടെ പുത്രനാണ് ഈ അനൂരു എന്ന് പറയുന്ന ആള്. അനൂരു അത് 2 അണ്ഡം ഉണ്ടായി എന്നാണ്. അതില് ആദ്യത്തെ കുറെ കാലമായിട്ടും ഈ അണ്ഡം പുറത്തേക്ക് വരാതായപ്പോ അത് പൊട്ടിച്ചപ്പോ അതിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ അരക്കെട്ടിന്റെ മേലേക്ക് മാത്രമേ ഉള്ളൂ, അരക്കെട്ടിന് താഴേക്കില്ല. അങ്ങനെയാണ് അനൂരു എന്നുള്ള പേര് ആവാൻ കാരണം. അപ്പം അനൂരു ആയതുകൊണ്ട് സഞ്ചരിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണ് സൂര്യന്റെ തേരാളിയായിട്ട് അത് തന്നെ ഇരുന്നാ മതി, ഇരുന്ന് തെളിയിക്കല്ലേ വേണ്ടു. അങ്ങനെ അനൂരു ആണ്, അരുണൻ ആണ് സൂര്യന്റെ സാരഥി. ആ സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണൻ പറഞ്ഞു, വിന്ധ്യൻ എന്ത് ചെയ്തു? വിന്ധ്യൻ എന്ന് പറഞ്ഞ പർവ്വതം ഇതേപോലെ ആകാശമാർഗത്തെ തടഞ്ഞിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ സുമേരുവിനോടുള്ള ദേഷ്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോ സൂര്യൻ വിചാരിച്ചു, എന്താണ് ഇങ്ങനെ എന്റെ മാർഗം മുടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കഷ്ടല്ലേ. ഈ സൂര്യനെ മുടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ രാഹുവാണ്. രാഹു സൂര്യനെ വിഴുങ്ങും. പക്ഷെ എന്നാലും അവിടെയും ഒരു ക്ഷണം പോലും നിൽക്കാറില്ല, ക്രമത്തിൽ അങ്ങനെ സഞ്ചരിച്ചു പോവുകയുള്ളൂ. തടസ്സമായിട്ട് രാഹു പോലും വരാറില്ല. എന്നിട്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഈ സൂര്യൻ മുടങ്ങിയാൽ പല കാര്യങ്ങളും മുടങ്ങും. കാരണം ചിത്രഗുപ്തൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, ചിത്രഗുപ്താദയ സർവേ കാലം ജാനന്തി സൂര്യത, ചിത്രഗുപ്തൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ അവനവന്റെ സമയം, കാലം ഒക്കെ മനസ്സിലാക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ആ സൂര്യനെയാണ് വിന്ധ്യൻ ഇങ്ങനെ തടഞ്ഞിട്ടുള്ളത്. അതുപോലെ വേറെന്തൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത്? സൂര്യന്റെ ഈ ഗതിക്ക് അനുസരിച്ചാണ് ലോകത്ത് പല പല കർമ്മങ്ങളും ഒക്കെ നടക്കുക. ആ കർമ്മങ്ങളൊക്കെ തടസ്സപ്പെട്ടു. അപ്പൊ നഷ്ടസ്വാഹ സ്വധാകാരോ, സ്വധാകാര, സ്വധ ഇതൊക്കെ നശിച്ചു. സ്വധ എന്നൊക്കെ പറയുമ്പോ ഹോമങ്ങള്, സ്വധ പിതൃക്കൾക്കുള്ളത്, ഇതൊക്കെ നശിക്കുകയാണ്. അപ്പൊ അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി അറിയില്ല. ഈ തെക്ക് ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഒക്കെ ഇരുട്ട് തന്നെയാണ്. അപ്പൊ അവിടെയുള്ളവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറക്ക് തന്നെ.
അവർ ഉണരുന്നില്ല എന്നർത്ഥം. അപ്പൊ ബാക്കി വടക്ക് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് വളരെ കൂടുതലായിട്ട് ഉഷ്ണം, കൊടുംചൂട് തന്നെയാ, അവിടേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോ ആ ചൂടിൽ എന്തുണ്ട്, ജീവികളൊക്കെ മരിക്കുക, ചത്തൊടുങ്ങുക. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇന്ദ്രാദി ദേവന്മാർക്കൊക്കെ പരിഭ്രാന്തിയായി, അവരൊക്കെ പരിഭ്രമിച്ചു. എന്നിട്ട് അവരൊക്കെ ബ്രഹ്മാവിനെ അടുത്തു പോയി. ആ ബ്രഹ്മാവിനോട് കൂടി തന്നെ രുദ്രൻ സദാശിവന്റെ അടുത്തേക്ക് പോവുകയാണ്. ശിവന്റെ അടുത്ത് പോയി ശിവനെ ശരണം പ്രാപിച്ചു. എന്നിട്ട് ശിവനെ സ്തുതിച്ചു. ജയദേവഗണാധ്യക്ഷ ഉമാലാളിത പത്മജ അഷ്ടസിദ്ധി ഭൂതീനാം താത്രേ, അങ്ങനെ പലതരത്തില് പിന്നെ ശിവനെ സ്തുതിച്ചു. പിന്നെ മഹാവിഷ്ണു പോലും സ്തുതിക്കപ്പെടുന്നയാളാണ് അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് വിഷ്ണുവിന്റെ ഹൃദയത്തിൽ താമസിക്കുന്നയാളാണ്, യോഗത്തിന്റെ സ്വരൂപനാണ്, യോഗീശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്തുതിച്ചു. അപ്പൊ ഈ സ്തുതിയൊക്കെ കേട്ടപ്പോ ശിവൻ പറഞ്ഞു, സ്തുതിയൊക്കെ കേട്ടു വളരെ സന്തോഷായി, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ഞാൻ നിറവേറ്റി തരാമെന്ന് പറയാം. അപ്പൊ ദേവന്മാര് പറഞ്ഞു, കാര്യം പറഞ്ഞു. അതായത് വിന്ധ്യൻ എന്നു പേര് ആയിട്ടുള്ള ഒരു പർവ്വതം മേരുവിനോടുള്ള വിരോധം കാരണം വളരെ ഉയർന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഹോന്നത മേരുദ്വേഷ്ട മഹോന്നത ഭാനുമാർഗം നിരോധോഹി. അപ്പൊ അതുകൊണ്ട് എന്താ, സർവേഷാം ദുഃഖതോനക, അതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ലോകത്ത് നഷ്ടേ സ്വാഹ സ്വാഹ സുധ, ഇതൊക്കെ നഷ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ശിവൻ പറഞ്ഞു, ഇത് തടയാനുള്ള കഴിവ് എനിക്കില്ല. നാസ്മാകം ശക്തിരസ്തിഹ, അത് തടയാനുള്ള കഴിവ് എനിക്കില്ല. നമുക്ക് രമാധവം ഭഗവന്തം വദിഷ്യാമ, ഭഗവാൻ രമാധവനോട് പറയാം. രമാധവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനോട് പറയാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ, ശിവനും അടക്കം എല്ലാവരും മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അതായത് ഓരോരോ കാലങ്ങളില് ഓരോരോ അവതാരങ്ങൾ സ്വീകരിച്ചിട്ട് എല്ലാവരെയും രക്ഷിച്ച ആളാണ് അവിടുന്ന്. മഹാവരാഹമായിട്ട്, അതുപോലെ മത്സ്യാവതാരമായിട്ട്, പിന്നെ മത്സ്യരൂപം, വരാഹാവതാരം, അതുപോലെ തന്നെ കൂർമ്മരൂപമായിട്ട് വന്നിട്ട് രക്ഷിച്ചു. പിന്നെ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വരാഹാവതാരായി. അതുപോലെ മഹാദൈത്യനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് നരസിംഹ രൂപം ധരിച്ചു. അതുപോലെ വാമന രൂപമായിട്ട് വന്ന് നല്ല മനോഹരമായിട്ടുള്ള വാമന രൂപമായിട്ട് മഹാബലിയെ കീഴ്പ്പെടുത്തി. അതുപോലെ ദുഷ്ടരാക്ഷസന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് പരശുരാമനായിട്ട് അവതരിച്ചു. രാവണൻ, കുംഭകർണൻ, പുലസ്ത്യപുത്രനായിട്ടുള്ള രാവണൻ, കുംഭകർണൻ, ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രീരാമനായിട്ട് വന്നു. അതേപോലെ കംസൻ, ദുര്യോധനൻ, ഇവരെയൊക്കെ കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടിയിട്ട് ശ്രീകൃഷ്ണാവതാരമായിട്ട് വന്നു. പിന്നെയും ബൗദ്ധരൂപം ദധോ യോസോ തസ്മൈ ദേവായ, പിന്നെ ഈ കാലത്ത് കൽക്കി അവതാരമായിട്ട് ബൗദ്ധരൂപം ദധോ, അങ്ങനെ കൽക്കി അവതാരമായിട്ട് വന്നു. ഓരോരോ ഈ 10 അവതാരങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഓരോരോ കാലങ്ങളിലായിട്ട്. അങ്ങനെയൊക്കെയുള്ള അങ്ങ് ഞങ്ങളെയൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെയൊക്കെ സ്തുതികൾ കേട്ട് മഹാവിഷ്ണു പറഞ്ഞു, സന്തോഷമായി, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞോളൂ, അത് ഞാൻ നിർവഹിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ വിന്ധ്യന്റെ വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോ